എന്നിട്ടൊരു പ്ലാനുകളൊക്കെ ഉണ്ടല്ലോ. Hello guys, my name is Mohammed. I don't like to go school. ഇന്ന് സൺഡേ ആണ്, നാളെ മൺഡേ. നാളെ സ്കൂളിൽ പോകാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഇച്ചിരി പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. Come on guys, എൻ്റെ പ്ലാൻ സ്റ്റാർട്ട് ആവാൻ പോകും. കട്ടയ്ക്ക് നിന്നോളാം. Don't forget to like and subscribe. Hi ഉമ്മി, എന്താടാ ഉമ്മി? നാളെ സ്കൂളൊക്കെ ഉള്ളതല്ലേ? നാളെ സ്കൂളിൽ എന്തായാലും വിടാതിരിക്കുന്നു വിചാരിക്കും. ഞാനിപ്പോൾ പഠിപ്പിച്ചിട്ടാവാൻ പോവാ. ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യൂല. ബി എ ഗുഡ് ബോയ്, ബി എ ബാഡ് ബോയ്, ബി എ ഗുഡ് ബോയ്, ബി എ സ്മാർട്ട് ബോയ്, ബി എ ഇൻ്റലിജൻറ്റ് ബോയ്. നീ ഇപ്പം സ്മാർട്ടായിക്കോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? അവർ ഡൗട്ട് ഉണ്ടായേ. ഉമ്മ എപ്പോഴും രാവിലെ എണീക്കാറില്ലേ? അപ്പം അലാറം വെച്ചിട്ടാണോ എണീക്കണേ അതോ നാച്ചുറൽ ഡിസ്പോസിഷനായിട്ടാണോ എണീക്കുന്നത്? ഞാൻ അലാറം വെച്ചിട്ട് എണീക്കണേ. ഇല്ലെങ്കിൽ സമയം എത്രയാവും? 10, 11, 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. താങ്ക് യു. നമ്മൾ മൂഞ്ചിരിക്കുന്നു. ഉമ്മി അലാറം വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ വി വാണ്ട് ടു ഫൈൻഡ് അവർ ഉമ്മീസ് ഫോൺ. ഫോണാണ് എനിക്ക് എവിടെയാണെന്നറിയാം. കിട്ടി. സുഹൃത്തുക്കളെ, ഉമ്മി നമ്മളെ ചതിച്ചിരിക്കുന്നു. നിന്റെ അലാറം എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഉമ്മി നാച്ചുറലായിട്ടാണ് എണീക്കുന്നത്. ഉമ്മി നമ്മളെ പറ്റിച്ചതാണ്. നമുക്കിനി ഉള്ള പരിപാടി രാത്രി ഒന്നും വേണ്ട. ഉമ്മിനെ കണ്ടിട്ട് എന്തിനാ ഫോൺ നോക്കിയാൽ പോരെ? ദേ കിടക്കണം കൊച്ചു കള്ളി. ശബ്ദം കേട്ടിപ്പോ കള്ളമല്ലം കയറിയിട്ടുണ്ടോ? സുഹാനി വീണ്ടും കള്ളം കയറിയോ? കയറിയിട്ടില്ലല്ലോ. എന്താണോ പേടിച്ചേ? എന്തൊന്നാടാ പട്ടി, നീ പേടിപ്പിക്കാൻ പറ്റാ? പോയി കിടന്നുറങ്ങടാ. പട്ടിയുടെ ശബ്ദം കേട്ടാ തോന്നും അവൻ എന്നെ കൊല്ലാൻ വരാണ്. മക്കളങ്ങനെ കിടന്നുറങ്ങണ്ട. നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ മക്കളെ. നാളെ വരാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. സക്സസ്. 10:38. കമോൺ. എന്നെ സർപ്രൈസ് ആക്കി. സ്കൂളിൽ വിട്ടില്ലല്ലേ? ആര് പറഞ്ഞു സ്കൂളിൽ വിട്ടില്ലെന്ന്? മക്കളെ, കാര്യം പറയാൻ മറന്നുവിടാ. ഇന്നലെ സ്കൂളിൽ ലീവായിരുന്നു. രാത്രി 11 മണിക്കാണ് മെസ്സേജ് ഒന്നും പറയാൻ മറന്നു കിട്ടാ. നേരത്തെ പറയായിരുന്നില്ലേ? അതിൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരട്ടെ. ഇപ്പം തന്നെ പോലീസ് വരും. പോലീസ് തന്നെ മുന്നേ? അപ്പം നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഇന്നലെ രാത്രി വീട്ടിലെ കള്ളം കയറി. അതെന്നാ ഷാളും കൊണ്ട് പൊതിച്ചു മൂടി കിടന്നു. അതിൻ്റെ അപ്പം ഏതൊരു പിങ്ക് കളർ ഷർട്ട് ഇട്ടോണ്ട് ഏതോർത്തം അതികൂടെ പോണി. അങ്ങനെയാണ് ആ സമയത്ത് തന്നെ പോലീസ് ഇടിച്ച് കൂർക്കാൻ മടിച്ച് കിടന്നു. അപ്പം ഇപ്പം തന്നെ വരും. ഞാൻ ചെക്ക് ചെയ്യും. ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? ആ പുള്ളിനെ കിട്ടുകയാണെങ്കിൽ 82 വർഷം ജയിലിടണം, പിന്നെ തടവ് ശിക്ഷ, മൂലമിടിച്ച് പൊളിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ ഈ പവർ ഓഫ് മോംസ്. ഉമ്മ, പിന്നെ റൂം വിട്ടൊന്ന് പോവോ? എനിക്ക് വെച്ചിട്ട് പരിപാടി. ഓക്കെ, ഞാൻ ഒരു ഷാൾ എടുക്കാൻ വന്നതാണ് ഇവിടെ നിന്ന്. ഓക്കെ, ബൈ ബൈ.